എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും പാചകമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര മഴയാണ്, പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നത് നല്ല മഴ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീടിനകത്ത് സുന്ദരമായ പാചകം തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഞാനത് ഉണ്ടാക്കുന്ന വിധമൊക്കെ ഞാൻ എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഹോം മെയ്ഡ് പിസ്സ ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കി കാണിക്കുമ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. 1½ ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് നമ്മൾ ആദ്യം ഇടാൻ പോണത്. 1½ ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈസ്റ്റ് മൊത്തം നമ്മളിത് ചേർത്തു. അത്രയും വന്നോ എനിക്കറിയില്ല, 1 സ്പൂൺ വന്നാണ് അല്ലേ? പിന്നെ വേണ്ട നമ്മൾ കുറച്ച് ഷുഗറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനേ. 1 സ്പൂൺ ഷുഗറാണ്. ഇപ്പം ഞാനിപ്പോൾ സ്പൂൺ എടുത്ത വഴിയിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. 1 സ്പൂൺ ഷുഗറും എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ചൂടുവെള്ളമാണേ. കാരണം ഈ ഈസ്റ്റും പഞ്ചസാര അതിനകത്ത് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൊടുത്തത് ഇങ്ങനെ മിക്സാക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടേ. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി എന്തായാലും. നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആദ്യം. അപ്പം ഇത് ഇങ്ങനെ ഇരുന്നിട്ട് റെഡി ആവുന്നുണ്ട് വരെ വെയിറ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ലേശം എന്താ പറയുക, നമ്മുടെ മിൽക്ക് ചേർക്കുവാണേ. എൻ്റെ മറ്റേ ഒരു ലേശം 1 ടീസ്പൂൺ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് മിൽക്കും കൂടെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, എന്നിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മൈദ, ഇനി ഞാൻ ഈ ഒരു പാത്രം എടുത്ത് വെച്ചു. പിന്നെ ഇത് ബട്ടറാണ് കേട്ടോ. ഞാനൊന്ന് ബട്ടർ ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഉരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ബട്ടർ ഒന്ന് അല്ലെങ്കിൽ കട്ടിയായിട്ട് ഭയങ്കര ഫ്രിഡ്ജിലിരുന്നായതുകൊണ്ട് ഭയങ്കര കട്ടിയായിരുന്നേ. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഞാൻ 2 കപ്പ് മൈദ എടുത്തിടാൻ പോവാണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കപ്പിനാണ് 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിനാണ് ഞാൻ എടുത്തത്. അപ്പം ഇനി എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ നമുക്ക് ബട്ടറും കൂടി കൊടുക്കാം. അതുകൊണ്ട് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാൻ മറന്നു പോകരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളെല്ലാം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഈസ്റ്റും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മൊത്തം ഇതിനകത്തേക്ക് ഇട്ടേ. അപ്പം ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും എന്താ പറയുക, കുഴച്ച് പരുവമായില്ലെങ്കിൽ നമ്മൾ ബട്ടർ ഇട്ട് വേണം കേട്ടോ കുഴച്ച് മയപ്പെടുത്താനായിട്ട്. വെള്ളം ചേർക്കണ്ട, പകരം നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഉപയോഗിക്കാവുന്നതാണേ. അപ്പോൾ ഞാനിപ്പോൾ അതേ ക്യാമറ പിടിച്ചേക്കുന്നത് ഒരു കൈ കൊണ്ടായതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ച് പരുവാക്കി കാണിച്ചു തരാം. ഞാനിത് ബട്ടർ ഇട്ട് മാത്രമാണ് കേട്ടോ കുഴച്ചേക്കുന്നത്. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പം പൊടിയിൽ ഉപ്പിടാൻ മറന്നു പോകേണ്ട. ഞാൻ ഇടയ്ക്ക് പിന്നെ ഇത്തിരി പൊടി എടുത്തിട്ടാണ് ഞാൻ ഉപ്പിട്ട് കാണിച്ചത്. കാരണം അല്ലാതെ അതിനകത്ത് ഉപ്പിട്ടത് ഞാൻ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിച്ചുകൊള്ളുക, ഉപ്പുകൂടി ഇട്ടേക്കണം. അപ്പം എന്നിട്ട് അതാണ് ഈ ഒരു പരുവത്തിൽ ഞാൻ നല്ല മയപ്പെടുത്തിട്ട് നമുക്കിനി ഇതിന് 2 മണിക്കൂർ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ മെൽറ്റഡ് ബട്ടർ ഇട്ട് വെച്ച് തന്നെ നമ്മളിത് റെഡിയാക്കണം കേട്ടോ. ഒഴിച്ചിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒരു 2 മണിക്കൂർ നേരത്തോളം നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഈസ്റ്റൊക്കെ ചേർന്നതല്ലേ. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു 2 മണിക്കൂർ നേരം ഇതിങ്ങനെ ഇതിലെല്ലാം പൊടിയാണ് കേട്ടോ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അപ്പം നമുക്കിതിനെ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ വലിയൊരു സ്പൂണ് ഒനിയനും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ അതിനിടയിൽ ചീസാണ്, ഗ്രേറ്റ് ചെയ്ത ചീസ്, ഇങ്ങനെ എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതെല്ലാം കൂടെ ഒന്നൊരുമിച്ച് മിക്സ് ചെയ്യുകയാണേ. ഗ്രേറ്റ് ചെയ്തതിനിടയ്ക്ക് ചെറുതായിട്ട് കട്ടായിട്ട് കിടക്കുന്ന അത് സാരമില്ല. പിന്നെ ഈ രീതിയിൽ ഞാൻ ചീസും ക്യാപ്സിക്കവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൊസറല്ല
സോറി, ഇത് ചീസല്ല. ഇതാണ്ട് ഞാൻ കുറച്ച് പനീറും ക്യാപ്സിക്കും ഒനിയനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പനീറാണേ. പനീർ ഇതാണ്ട് ഈ രീതിയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്താണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ എടുത്തിട്ട് പനീറും ക്യാപ്സിക്കും 1 സ്പൂൺ ഓളം ഉള്ളൂ. ക്യാപ്സിക്കും 1 സ്പൂണോ 2 സ്പൂൺ കാണുമായിരിക്കും. എൻ്റെ കയ്യിലിരുന്ന് ക്യാപ്സിക്കും പിന്നെ ചെറിയൊരു കുഞ്ഞു സവാള, അത് ഏകദേശം 1 സ്പൂണോളെ വരുള്ളൂ എന്ന് തോന്നുന്നു, അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് ഇതുണ്ട് മൊസറല്ല ചീസ് ഞാനിങ്ങനെ അതാണ്ട് ഇങ്ങനെ ഈ രീതിയിലാക്കിയിട്ട് ചീസിനെ ഞാനിങ്ങനെ ഈ രീതിയിലാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ച കുറേ സാധനങ്ങളുണ്ട്. അതായത് പിസ്സ സോസ്, ഈ സോസ് നമുക്ക് വേണം. പിന്നെ ഒറിഗാനോ പൗഡർ വേണം, മിക്സഡ് ഹെർബ്സ് വേണം. അപ്പോൾ ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ 2 മണിക്കൂറിന് മേലെ ആയി കേട്ടോ. ഞാൻ ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മാവ് നല്ല മയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബട്ടറൊക്കെ ഇട്ട് കുഴച്ച മാവായതുകൊണ്ട് നല്ല സ്മൂത്തി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ നോക്കി, എന്താ തൊടുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റായിട്ടിരിക്കുന്നു. അപ്പം നമുക്കിനി ഇതിനെ വേണം നമുക്കിനി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിനെ എടുത്ത് റൗണ്ട് ഷേപ്പിൽ നമ്മളിത് പരത്തിയെടുക്കണം. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിസ്സ. പോരായ്മ വന്നു കഴിഞ്ഞാൽ ആരും എന്നെ ഒന്നും പറയില്ല കേട്ടോ. ഇങ്ങനൊക്കെയല്ലേ പഠിക്കുന്നേ. അപ്പോൾ അതേണ്ടേ ഇതിനെ പരത്തിയിട്ടുണ്ട്. ഇപ്പം മോളാട്ടോ ഇത് പരത്തിയത് ഇങ്ങനെ ഈ രീതിയിലേ കേട്ടോ. അത് ഈ രീതിയിൽ ചുരുട്ടി എടുക്കുന്നുണ്ടേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിസ്സ സോസ് നമ്മൾ തൂക്കുന്നതാണ്. പിസ്സ സോസാണ് തൂക്കുന്നത്. നന്നായിട്ട് പിസ്സ സോസ് ഇങ്ങനെ തൂത്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മൊസറല്ല ചീസ്. അപ്പോൾ അതേണ്ടേ നമ്മൾ മൊസറല്ല ചീസ് അതിൻ്റെ പുറത്തിട്ട് അത് കാണിച്ചില്ലയോ? അയ്യോ, അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഗ്രേപ്പ് ചെയ്ത് വെച്ച ചീസ്, അതായത് ആദ്യം പിസ്സ സോസ് തൂത്തു. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരു റൗണ്ട് ഇത് ഇട്ടു ലെയറായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഒനിയനും പനീറും കൂടെ ഗ്രേപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിതിലേക്ക് കൊടുത്തു. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി? അപ്പോൾ അതേണ്ട ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ പനീറും കൂടി വെക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് പനീർ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ പനീർ വെക്കുന്നത്. പനീർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ പനീർ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഈ രീതിയിലൊക്കെ പനീർ എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട പനീർ ക്യൂബ്സായിട്ട് പനീർ കൊടുത്തു. ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കൊടുക്കേണ്ട, മറ്റു രീതി മാത്രം ചെയ്താൽ മതി. പക്ഷേ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പിസ്സ സോസ് തൂത്ത് കൊടുക്കണം. അപ്പോൾ വേണ്ടേ നമ്മൾ ഇത് പിസ്സ സോസ് തൂത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടറും കൂടെ തൂക്കിയിട്ടുണ്ട്. കുറച്ച് മതി മോളെ, മതി. ഓൾറെഡി ഞാൻ ബട്ടർ ഇട്ട മാവ് നന്നായിട്ട് കുഴച്ചെടുത്തത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒത്തിരി ബട്ടർ വേണ്ട. എൻ്റെ അമ്മ ബട്ടറൊക്കെ കോരി ഒഴിക്കുക. അപ്പോൾ അതേ ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് വീണ്ടും വേണ്ടേ നമ്മൾ വീണ്ടും ഇതിനകത്ത് പുറത്തോട്ട് മൊസറല്ല ചീസ് വേണ്ട വീണ്ടും എടുത്തിടുകയാണേ. ഇത് ഒത്തിരി ഓവറാണ്. ഇത് ഇത്ര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയൊന്നും വേണ്ടാത്തവർക്ക് ഇത്രയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇവിടെ ഒരാൾക്ക് പനീറൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു മാതിരി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. സത്യത്തിൽ ഞാൻ എന്നോടൊന്നും യോജിക്കുന്നില്ലേ. ചീസ് ഇത്രയും മതി ദേവുട്ടിയേ. കണ്ടോ എന്തോരം ചീസ് എടുത്തിടുന്നതെന്ന് നോക്കിയേ. ആ സ്ഥലത്ത് വെജിറ്റബിൾസ് ആണെങ്കിൽ ഇങ്ങനെ എടുത്തിടില്ല. ചീസിൻ്റെ അഭിഷേകമായി ഇപ്പോൾ. കണ്ടോ ഒരു ചുമട് ചീസ്. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഐറ്റംസ് ഇതിനകത്തേക്ക് ചേർക്കണം. മോളെന്നാ അപ്പോൾ നമ്മളിനി ഇതിനകത്തേക്ക് ഒറിഗാനോ കൊടുക്കുവാണേ. മിക്സഡ് ഹെർബ്സ് കൊടുക്കുവാണ്. കുറച്ച് മതി. അത് ഇച്ചിരി കണ്ടോ ഇഷ്ടമില്ലാത്ത സാധനമൊക്കെ പേരിന് കൊടുക്കുന്നു. കണ്ടോ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ പേരിന് കൊടുക്കുന്നു. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കണ്ടോ ഒത്തിരി വാരി അതിനകത്തിട്ടേക്കുന്നു. എന്താ ഇതിനൊക്കെ പറയുക? ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ ഒറിഗാനോ മിക്സഡ് ഹെർബ്സും ഒക്കെ ഇതിനകത്തോട്ട് ഇടുക. പിന്നെ ഒലിവ് ഉണ്ടെങ്കിൽ ഒലിവ് ചേർക്കാം. പിന്നെ നമ്മളെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മളിത് ഇന്ന് ഓവനിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ അതേണ്ടേ ഇത് നമ്മൾ റെഡിയാക്കി ഇത് ഇത്ര സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഓവനിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പോവാം. അണ്ടാ അപ്പോൾ നമ്മളിത് ഇതൊക്കെ ഓവനിലേക്ക് വെക്കുകയാണ്.
ഇനി നമുക്കിത് അടച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. എല്ലാം കൂടെ ഓവറായിട്ടിട്ട് ഫ്ലോപ്പായ പിസ്സ കണ്ടോ. സത്യത്തിൽ എല്ലാത്തിനും ഒത്തിരി വേണ്ട. ഞാൻ ആദ്യമായിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്താ പറയുക, എല്ലാം എന്താ പറയുക, മൊസറല്ല ചീസ് ഓവറായിരുന്നു, പനീർ ഒടിച്ചും ഇട്ടു, പിന്നെ അത് കൂടാതെ ബട്ടറൊക്കെ ഒരു 3-4 സ്പൂൺ ബട്ടറൊക്കെ ഇട്ട് കണ്ടോ. ഇത് ബാക്ക് സൈഡ് എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ബട്ടറും ചീസും എല്ലാം ഓവറായതിൻ്റെ പ്രശ്നമാണ് ഇത് കാണുന്നത്. അപ്പം ഫ്ലോപ്പായ പിസ്സയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിനും ഭയങ്കര ടേസ്റ്റി കേട്ടോ, അല്ലേ അല്ലേ മോളെ? പക്ഷേ ഇതെല്ലാം ഒത്തിരി ഇത്രയൊന്നും ഇടണ്ട കേട്ടോ. ഓവറാക്കി ഈ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം ഇട്ട് എങ്കിൽ പോലും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും ആരും ചേർക്കല്ലേ. ഇത് സത്യത്തിൽ ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ ഞാനിത് അടിപൊളി കേട്ടോ. പിസ്സ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, എല്ലാം ഓവറായി, സോസും ഒക്കെ ഓവറായതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരാള് ഫ്രിഡ്ജിനകത്ത് കയറി നിന്ന് ഫ്രിഡ്ജിനകത്ത് കയറി നിന്ന് കഴിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, ഫ്രിഡ്ജിനകത്തോട്ട് കയറി നിന്നിട്ട് ആ ചൂട് മാറാൻ വേണ്ടി, അതായത് പാത്രത്തിലിരിക്കണ സാധനത്തിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് കണ്ടോ. ഉണ്ടോ, ഇങ്ങനെ ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ നോക്ക്, കണ്ടോ ഫ്രിഡ്ജിനകത്തോട്ട് കയറി. അത് ഇങ്ങോട്ട് നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. പിസ്സ സൂപ്പറല്ലേ. ഉണ്ടോ, ഇങ്ങനെയാ എന്ത് സാധനം അടുപ്പിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടി ചൂടാൻ വേണ്ടി വേഗം ഫ്രിഡ്ജിൻ്റെ ഡോറ് അതിനകത്ത് കൊണ്ടുവന്ന് വെക്കും. ഇത്തരം വിദ്യകളൊക്കെ കയ്യിലിരിക്കുന്നേ. അപ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പിസ്സ ആയിക്കോട്ടെ.